അതിനിടെ പമ്പയിലും വലിയ ഭക്തജന തിരക്കുണ്ട്. പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് നീലിമല കയറാൻ ഭക്തരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. ഭക്തരെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുകയാണ്. മണിക്കൂറുകളോളം ഭക്തർക്ക് പമ്പയിൽ കാത്തു നിൽക്കേണ്ടി വരുന്നു. AV ജയശങ്കർ തയ്യാറാക്കി റിപ്പോർട്ട് കാണും. മണ്ഡലകാലം രണ്ടാം ദിവസം പിന്നിടുമ്പോൾ വലിയ ഭക്തജന തിരക്കാണ് പമ്പയിൽ അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളോളം പമ്പയിൽ തന്നെ ഭക്തരെ നിയന്ത്രിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് നിലവിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ പമ്പയിലെ ക്യൂ നിന്ന് ശേഷമാണ് ഭക്തർക്ക് നീലിമല കയറാനുള്ളൊരു അവസരം ലഭിക്കുന്നത്. അങ്ങനെ കയറി വരുമ്പോൾ ശബരിപുരം മുതൽ വീണ്ടും നിയന്ത്രണങ്ങൾ പോലീസ് കൊണ്ടുവരുന്നു. അല്പസമയം മുമ്പാണ് ഈ ശ്രീരാമ സങ്കേതം വഴി ഒരു കൂട്ടം ഭക്തർ പോലീസ് നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇരച്ച് കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 50-ലധികം ഭക്തരാണ് ഒരേ സമയം വന്നത്. പോലീസിന് ആ സമയത്ത് നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ ബാരിക്കേഡും മറ്റും മറികടന്നുകൊണ്ട് ഒരു കൂട്ടം ഭക്തർ ഈ നീലിമല കയറാനുള്ള ഒരു ശ്രമം നേരിട്ട് നടത്തി. പിന്നീട് പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ ഭക്തരെ തടഞ്ഞു വെക്കുകയും പമ്പാ ഗണപതി ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് തിരിച്ച് വിടുകയും ചെയ്തത്. ചില ഭക്തർ നേരെ നീലിമല കയറുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും വലിയൊരു ഭക്തരുടെ ഇടിച്ചുകയറ്റം പമ്പയിലേക്കുണ്ട്. പ്രതീക്ഷിച്ചതിലും അധികം ഭക്തർ പമ്പയിലേക്കും സന്നിധാനത്തേക്കും എത്തുന്നു എന്നാണ് പോലീസിന്റെ കണക്ക്. നിലവിലെ പോലീസിന്റെ പ്രാഥമിക കണക്കനുസരിച്ച് 80,000-ഓളം ഭക്തർ സന്നിധാനത്ത് മാത്രമുണ്ട്. പമ്പയിൽ നിന്നും സമാനമായ രീതിയിൽ ഭക്തർ മുകളിലേക്ക് കയറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആ നിയന്ത്രണം അല്പസമയം മുമ്പ് മറികടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിയന്ത്രണം മറികടന്നുകൊണ്ട് ഒരു കൂട്ടം ഭക്തർ സന്നിധാനത്തേക്ക് ഇരച്ചു കയറാനുള്ള ഒരു ശ്രമം നടത്തി. പോലീസ് ഏറെ പണിപ്പെട്ടാണ് അത് നിയന്ത്രിച്ചത്. എന്തായാലും നിലവിൽ 45ഓളം മിനിറ്റ് നേരം കാത്തുനിന്ന ശേഷമാണ് പമ്പയിലെ നടപ്പന്തൽ വഴി ഭക്തരെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. വലിയ നിയന്ത്രണം പമ്പ മുതൽ തന്നെ പോലീസ് ഏർപ്പെടുത്തുന്നു. മരക്കൂട്ടം മുതൽ അങ്ങോട്ട് വലിയ ക്യൂ ആണ്. മണിക്കൂറുകൾ നിൽക്കേണ്ട സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ ഭക്തർ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ന് വൈകിട്ട് മുതൽ തന്നെ വലിയ തോതിലുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ വരും. നിലയ്ക്കൽ ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ട്. എന്തായാലും നിലവിൽ കാര്യങ്ങൾ അണ്ടർ കൺട്രോൾ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും ഭക്തർക്ക് 10-11 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ട സാഹചര്യമുണ്ട്. പമ്പ മുതൽ ഈ ക്യൂ ആരംഭിക്കുകയാണ്. പമ്പ മുതൽ നിയന്ത്രണങ്ങളുണ്ട്. അത് സന്നിധാനം വരെ നീളുന്ന സാഹചര്യം. പല ഭക്തർക്കും വെള്ളം ഉൾപ്പെടെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് വന്ന ഒരു മാളികപ്പുറം ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. എന്തായാലും ഈ ക്യൂ ഇങ്ങനെ നീണ്ടാൽ അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാവും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു പറ്റം ഭക്തർ ഓടി അങ്ങോട്ട് കയറുന്നുണ്ട്. അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീരാമ സങ്കേതം വഴി ബാരിക്കേഡൊക്കെ തന്നെ മറികടന്ന് ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറുന്നവരാണ്. അവരെ പോലീസ് തടഞ്ഞ് പമ്പ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് മാറ്റുക ആണ് നിലവിൽ ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വീണ്ടും കാണാം. സഞ്ജയ് ഇക്ബാൽ ആ ദൃശ്യങ്ങൾ കാണിക്കും. ഭക്തർ ഇരച്ചു കയറുകയാണ്. പോലീസിന്റെ നിയന്ത്രണങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ക്യൂവിൽ നിന്നിരുന്ന ഭക്തരും ഒപ്പം തന്നെ ഈ കാനനപാത വഴി ഇങ്ങോട്ടേക്ക് കടന്നുവിട്ട ഭക്തരുമാണ് ഇങ്ങോട്ടേക്ക് പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ട് വരുന്നത്. അവരെ നേരെ പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് മറിച്ചുവിടുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ഭക്തരാണ് ഇത്തരത്തിൽ പോലീസ് നിലവിൽ ഏർപ്പെടുത്തിയ ഈ പമ്പയിലെ ക്യൂ സംവിധാനം വഴി അല്ലാതെ ഈ മറ്റ് സംവിധാനം വഴി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ കാനനപാത ഉൾപ്പെടെ ഉള്ള ഭക്തരെ പമ്പയിലേക്ക് നിലവിൽ കടത്തിവിടുന്നുണ്ട്. ആ വഴിയിലൂടെ വന്ന ഭക്തരെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും അതാണ് പമ്പയിൽ സംഭവിച്ചത്. പോലീസ് നിയന്ത്രണം മറികടന്നുകൊണ്ട് ഭക്തർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് AV ജയശങ്കർ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.